ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. മൂന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1453, ഓപ്ഷൻ ബി 1498, ഓപ്ഷൻ സി 1503, ഓപ്ഷൻ ഡി 1524. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1498 വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഓപ്ഷൻ എ ഹൈദരാബാദ് ഉടമ്പടി, ഓപ്ഷൻ ബി മദ്രാസ് ഉടമ്പടി, ഓപ്ഷൻ സി ശ്രീരംഗപട്ടണം ഉടമ്പടി, ഓപ്ഷൻ ഡി മംഗലാപുരം ഉടമ്പടി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശക ശതകം. നാലാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ, ഓപ്ഷൻ സി വക്കം മൗലവി, ഓപ്ഷൻ ഡി കെ മാധവൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കെ കേളപ്പൻ. അഞ്ചാമത്തെ ചോദ്യം, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് കുത്തിവെച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ദിവാൻ ഇ ഖാസ് ഡൽഹി, ഓപ്ഷൻ ബി ചെങ്കോട്ട ഡൽഹി, ഓപ്ഷൻ സി താജ്മഹൽ, ഓപ്ഷൻ ഡി മോട്ടി മസ്ജിദ് ആഗ്ര. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദിവാൻ ഇ ഖാസ്, ഡൽഹിയിലെ ദിവാൻ ഇ ഖാസിലാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ബി വിവേകാനന്ദൻ, ഓപ്ഷൻ സി ആനി ബസന്റ്, ഓപ്ഷൻ ഡി എം ജി റാനഡെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിവേകാനന്ദൻ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ട്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ആരാണ്? ഓപ്ഷൻ എ ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ ബി ബദറുദ്ദീൻ ത്യാബ്ജി, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ സി ഇംഗ്ലീഷ് വിപ്ലവം, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഫ്രഞ്ച് വിപ്ലവം. ഒൻപതാമത്തെ ചോദ്യം, 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ്? ഓപ്ഷൻ എ കെ എം പണിക്കർ, ഓപ്ഷൻ ബി എച്ച് എൻ കുൻസ്രു, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി ജി ബി പന്ത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം, ഫസൽ അലി. പത്താമത്തെ ചോദ്യം, 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രം, ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ വിജയ്. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. 2. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. 3. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ഓപ്ഷൻ ഡി ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം.
അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. 1 താമരശ്ശേരി ചുരം, 2 അച്ചൻകോവിൽ ചുരം, 3 കമ്പം ചുരം, 4 ആറമ്പാടി ചുരം. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിന്റെ ശരിയായ ക്രമം ഇനിയും പറയുന്നവയിൽ ഏതാണ്? ഇവിടെ ശരിയായ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുക ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ബി, ഉയർന്ന കാറ്റിന്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രം. സി, എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റുകളായി മാറുന്നില്ല. ഡി, ക്യുമുലോനിംബസ് മേഘം ചുഴലിക്കാറ്റിന്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ അലൂവിയൽ മണ്ണ്, ഓപ്ഷൻ ബി കറുത്ത മണ്ണ്, ഓപ്ഷൻ സി ചുവന്ന മണ്ണ്, ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം, ലാറ്ററൈറ്റ് മണ്ണ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്കൻ സവന്ന, ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ, ഓപ്ഷൻ സി ആർട്ടിക് സൈബീരിയ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയയിലെ താഴ്ചകൾ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ആഫ്രിക്കൻ സാവന്ന. 16ാമത്തെ ചോദ്യം, 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഓപ്ഷൻ എ PM ഗതിശക്തി, ഓപ്ഷൻ ബി PM ഗതിമാൻ, ഓപ്ഷൻ സി PM ഗരീബ് കല്യാൺ, ഓപ്ഷൻ ഡി PM കിസാൻ സമ്മാൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, PM ഗതിശക്തി. 17ാമത്തെ ചോദ്യം, 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ശരാശരി 6.7%, ഓപ്ഷൻ ബി ശരാശരി 9.5%, ഓപ്ഷൻ സി ശരാശരി 7.9%, ഓപ്ഷൻ ഡി ശരാശരി 9%. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശരാശരി 7.9%. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് RBA സംബന്ധിച്ച് ശരിയായത്? 1 വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുന്നു. 2 സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. 3 വിദേശ വ്യാപാരവും പേയ്മെന്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 19ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ കൃഷി മന്ത്രാലയവും കർഷക ക്ഷേമവും രാസവള വകുപ്പും, ഓപ്ഷൻ ബി വാണിജ്യ വ്യവസായ മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും, ഓപ്ഷൻ സി വിദേശകാര്യ മന്ത്രാലയവും പബ്ലിക് എന്റർപ്രൈസസ് വകുപ്പും, ഓപ്ഷൻ ഡി വനിതാ ശിശുവികസന മന്ത്രാലയവും പൊതുവിതരണ വകുപ്പും. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ എ കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനത്തിൽ അവരുടെ രീതിശാസ്ത്രപരമായ സംഭാവനകൾക്കായി, ബി ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്, സി ലേല സിദ്ധാന്തം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ലേല ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾക്കും,
ഓപ്ഷൻ ഡി ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള അവരുടെ പരീക്ഷണാത്മക സമീപനത്തിന്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാങ്കുകളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. 21ാമത്തെ ചോദ്യം, വെബറിന്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1 തൊഴിൽ വിഭജനം, 2 വിപുലമായ പേപ്പർ വർക്ക്, 3 ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, 4 വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1, 3, 4 ശരിയായിട്ടുള്ളത്. 1 ശരിയാണ്, അതോടൊപ്പം തന്നെ 3 ശരിയാണ്, 4ാമത്തതും ശരിയാണ്. 22ാമത്തെ ചോദ്യം, സീഡോ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ കുട്ടികൾ, ഓപ്ഷൻ ബി സ്ത്രീകൾ, ഓപ്ഷൻ സി വികലാംഗർ, ഓപ്ഷൻ ഡി അഭയം തേടുന്നവർ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, സ്ത്രീകൾ. 23ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2004, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2005. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 24ാമത്തെ ചോദ്യം, മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഉപേന്ദ്ര ബാഗ്ചി, ഓപ്ഷൻ ബി അഞ്ജു സോണി, ഓപ്ഷൻ സി VR കൃഷ്ണ അയ്യർ, ഓപ്ഷൻ ഡി പ്രൊഫസർ RP രമണൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. VR കൃഷ്ണ അയ്യരുടെ പുസ്തകമാണ് മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്നുള്ളത്. 25ാമത്തെ ചോദ്യം, ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ലിസ് ട്രസ്, ഓപ്ഷൻ ബി ബോറിസ് ജോൺസൺ, ഓപ്ഷൻ സി ഡൊമിനിക് റാബ്, ഓപ്ഷൻ ഡി സുല്ല ബ്രാവർമാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ലിസ് ട്രസ്. 26ാമത്തെ ചോദ്യം, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഓപ്ഷൻ എ 389, ഓപ്ഷൻ ബി 292, ഓപ്ഷൻ സി 289, ഓപ്ഷൻ ഡി 299. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 389. 27ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? 1 ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, 2 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം, 3 ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, 4 മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെന്റ്. ഇത് ശരിയായിട്ട് അടയാളപ്പെടുത്തുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ലഭിക്കുക. 28ാമത്തെ ചോദ്യം, കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം അതായത് നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുമുള്ള ഉത്തരവാദിത്വമായ സംവിധാനത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ധഗ്സാല സമ്പ്രദായം, ഓപ്ഷൻ ബി ജമീന്ദാരി സമ്പ്രദായം, ഓപ്ഷൻ സി മഹൽവാരി സമ്പ്രദായം, ഓപ്ഷൻ ഡി റൈറ്റുവാരി സമ്പ്രദായം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 29ാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ഓപ്ഷൻ എ പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ബി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഡി ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30ാമത്തെ ചോദ്യം, ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 325, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 354, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 353, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 355. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ആർട്ടിക്കിൾ 355. 31ാമത്തെ ചോദ്യം, പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ തപ്പും ചെണ്ടയും, ഓപ്ഷൻ ബി മൃദംഗവും തപ്പും,
ഓപ്ഷൻ സി കുഴലും ചെണ്ടയും, ഓപ്ഷൻ ഡി മിഴാവും മദ്ദളവും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. തപ്പും ചെണ്ടയുമാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളെന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി ചെറുശ്ശേരി, ഓപ്ഷൻ സി ചീരാമകവി, ഓപ്ഷൻ ഡി രാമപണിക്കർ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ചീരാമകവിയാണ് കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത്. 33ാമത്തെ ചോദ്യം, 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ചൈന. ചൈനയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 34ാമത്തെ ചോദ്യം, ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഓപ്ഷൻ എ ടെന്നീസ് സ്ത്രീകൾ, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, ഓപ്ഷൻ സി ബാഡ്മിന്റൺ, ഓപ്ഷൻ ഡി യാച്ച് റേസിംഗ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. യാച്ച് റേസിംഗ്. 35ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി പാറ്റോ, ഓപ്ഷൻ സി റഗ്ബി, ഓപ്ഷൻ ഡി കബഡി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കബഡിയാണ്. കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം, ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആലപ്പുഴ. 37ാമത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ രാഘവൻ പയ്യനാട്, ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ള, ഓപ്ഷൻ സി സി ജെ കുട്ടപ്പൻ, ഓപ്ഷൻ ഡി കീച്ചേരി രാഘവൻ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഭാർഗവൻ പിള്ള. 38ാമത്തെ ചോദ്യം, പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏതാണ്? ഓപ്ഷൻ എ മോസ്കോ, ഓപ്ഷൻ ബി ലോസ് ഏഞ്ചലസ്, ഓപ്ഷൻ സി ബാഴ്സലോണ, ഓപ്ഷൻ ഡി സിഡ്നി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. 39ാമത്തെ ചോദ്യം, ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബ ലൈഫിനെ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. BCCI. 40ാമത്തെ ചോദ്യം, ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് പങ്കെടുക്കാൻ പോകുന്നത്? ഓപ്ഷൻ എ ഭോപ്പാൽ, ഓപ്ഷൻ ബി ഇൻഡോർ, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി പൂനെ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭോപ്പാൽ. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? 1. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. 2. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. 3. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. 41ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 2. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. 3. ജോയ്സ്റ്റിക്ക് ഇൻപുട്ട് ഉപകരണം അല്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഈ ചോദ്യ പേപ്പറിലെ ആദ്യത്തെ 42 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഏവർക്കും നന്ദി.